ഗൈസ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ IPL വരുവായി. നമ്മൾ ലോകകപ്പിന് ശേഷം ആ ഒരു 20 ദിവസം ഇന്ന് എത്ര പെട്ടെന്നൊന്ന് കടന്നു പോകണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ ശനിയാഴ്ച വന്നെത്തിയിരിക്കുന്നു. IPL ഇന്ന് ആരംഭിക്കാൻ ഒരു കൊല്ലത്തിന് ശേഷം നമ്മളിതാ പുതിയ സീസണിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാ ഫാൻസും ഭയങ്കര ആവേശത്തിലാണ് അവരവരുടെ ടീമൊക്കെ പഠിക്കണം ഇതൊന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യ മത്സരം RCB വേഴ്സസ് SRH, അതും RCBയുടെ ഹോം മൈതാനമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. എന്താ പറയുക, ഒരു അടിപൊളി മത്സരമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. റണ്ണൊഴുകുന്നുള്ള ഉറപ്പാണ്. ചെറിയ സ്റ്റേഡിയമാണ്, രണ്ട് ടീമിലും ഫയർ പവേഴ്സ് ഉണ്ട്. അടിപൊളി മത്സരമായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത കൊണ്ട് ഈ സീസണിൽ ഇഷാൻ കിഷാൻ്റെ IPL ആദ്യ ക്യാപ്റ്റൻസിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ മത്സരത്തിൽ. കമ്മിൻസിന് പരിക്കായതുകൊണ്ട് SRHന് വേണ്ടി മിക്കവാറും ഈ സീസൺ മുഴുവൻ ഇഷാൻ കിഷാൻ ക്യാപ്റ്റൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്ത് നമ്മുടെ രജത് പത്തിദാർ ആദ്യ സീസൺ തന്നെ ക്യാപ്റ്റനായതുകൊണ്ട് കപ്പടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വരവ് കോഹ്ലിക്ക് പോലും പറ്റാത്തതാണ് അദ്ദേഹം ഒറ്റ കൊല്ലം കൊണ്ട് നേടിയെടുത്തത്. അപ്പോൾ ഇന്നത്തെ മത്സരം എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മത്സരമായിരിക്കും. രണ്ട് വലിയ പരിചയ സമ്പത്തൊന്നുമില്ലാത്ത പുതിയ ക്യാപ്റ്റന്മാർ, പക്ഷെ രണ്ട് ടീമിലും ഫയർ പവർ ഡബിളാണ്. അടിച്ചു പരത്താൻ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാർ രണ്ട് ടീമിലുണ്ട്. അതുകൊണ്ട് ഇന്ന് റൺ മഴ ഒഴുകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഉപരി ഇന്നത്തെ മത്സരം, ഉദ്ഘാടന മത്സരത്തിൽ ഓപ്പണിംഗ് സെറിമണി അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ ബാംഗ്ലൂർ കഴിഞ്ഞ കൊല്ലം അവർ കപ്പടിച്ചതിൻ്റെ ഭാഗമായി നടത്തിയ ആഘോഷത്തിൽ ഒരു 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ കൊല്ലം അത് വേണ്ടാന്ന് വെച്ചേക്കണം. അവർ ആഘോഷ പരിപാടി, ഓപ്പണിംഗ് സെറിമണി പകരം ഫൈനലിൽ ഒരു അതിഗംഭീര പരിപാടി BCCI പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നണത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഇത്രയും കൂടിയും ഗുണം ചെയ്യാൻ തോന്നുന്നു. കാരണം ചേസ് ചെയ്യാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എളുപ്പമാണ്. സെക്കൻഡ് ബാറ്റിംഗ് ആകുമ്പോഴേക്കും ചിലപ്പോൾ ഡ്യൂ വരും. ഡ്യൂ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് ഇത്രയും കൂടി എളുപ്പമായിരിക്കും. സ്പിന്നേഴ്സിന് ഭയങ്കര ടഫായിരിക്കും സെക്കൻഡ് ബോൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ടോസ് ഒരു നിർണായക ഇതായിരിക്കും. നമുക്ക് ആ ഒരു പ്രോബബിൾ 11 നോക്കാം രണ്ട് ടീമിൻ്റെയും. ആദ്യം തന്നെ നമുക്ക് ഹൈദരാബാദിൻ്റെ പ്രോബബിൾ 11 നമ്മൾ നോക്കാൻ പോണത്. നമ്മുടെ ഒരു 11 വെച്ചിട്ട് ഹെഡും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പൺ ചെയ്യും. ഇഷാൻ കിഷാൻ 1 ഡൗൺ ആയി വരും. ഹെൻറിച്ച് ക്ലാസൻ, ലിയാൻ ലിവിങ്സ്റ്റൺ, നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മ, ഹാർഷ് ദൂബെ, ജയദേവ് ഉന്നർക്കട്ട്, ഹർഷർ പട്ടേൽ, ശീഷൻ അൻസാരി. ഇതാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു 11. എനിക്ക് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഒന്നെങ്കിൽ കാമിന്ദു മെൻഡിസ് അല്ലെങ്കിൽ ശിവം മാവി, ഇതിൽ രണ്ടുപേരിൽ ഒരാൾ വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഹൈദരാബാദിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പ് നോക്കാം. ബാംഗ്ലൂരിൻ്റെ ലൈനപ്പ് എനിക്ക് തോന്നുന്നു ഫിൽ സോൾട്ട്, കോഹ്ലി തന്നെ. കഴിഞ്ഞ കൊല്ലത്തെ അവരുടെ വിജയശില്പികളായ ഓപ്പണിംഗ് പ്ലെയർ തന്നെ ഇറങ്ങും ഉറപ്പാണ്. ദേവദത്ത് പടിക്കലും കഴിഞ്ഞോട്ട് നല്ല ഫോമായിരുന്നു. പിന്നെ രജത് പത്തിദാർ, ജേക്കബ് ബത്തൻ. കഴിഞ്ഞ കൊല്ലം ആകെ 2 കളിയാണ് പുള്ളി കളിച്ചിട്ടുള്ളൂ. ഈ സീസണിൽ പുള്ളിക്ക് കുറച്ചധികം കളി കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് ഇപ്പോൾ ഹേസിൽവുഡ് പരിക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് ആദ്യത്തെ മത്സരങ്ങളൊക്കെ അവൈലബിൾ അല്ല. അപ്പോൾ ജേക്കബ് ബത്തൽ കഴിഞ്ഞാൽ ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറായിരിക്കും. ക്രൂണൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡഫി, രസിക്ദാർ, ഇവരായിരിക്കും ഫസ്റ്റ് 11 എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇമ്പാക്ട് പ്ലെയറായിട്ട് വെങ്കിടേഷ് അയ്യർ അല്ലെങ്കിൽ സുരേഷ് ശർമ്മ. അത് ബാറ്റിംഗ് അനുസരിച്ചിരിക്കും. ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ വെങ്കിടേഷ് അയ്യർ ഫസ്റ്റ് 11 ഉണ്ടാവും, അല്ലെങ്കിൽ സുരേഷ് ശർമ്മ വിത്ത് സെക്കൻഡ് ഇന്നിങ്സ് ആകുമ്പോഴേക്കും ഇമ്പാക്ട് പ്ലെയറായിട്ട് വരും. ഇതാണ് എൻ്റെ ഒരു ലൈനപ്പ്. ഇനി ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ ഇത്തിരി ടൈറ്റാണ് ഇന്നത്തെ മത്സരം. കാരണം കഴിഞ്ഞ സീസണിൽ നല്ല റണ്ണൊഴുകിയ മത്സരമാണ്. എന്നിരുന്നാലും ഇഷാൻ കിഷാൻ്റെ ആദ്യ ക്യാപ്റ്റൻസിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ രജത് പത്തിദാറിന് ഒരു പടി മുൻതൂക്കമുണ്ട്. പുള്ളി ഒരു സീസൺ കപ്പടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സ് പറയുന്നു ഇന്ന് ടൈറ്റ് മത്സരമായിരിക്കും. വലിയൊരു വിജയം എന്തായാലും രണ്ട് ടീമിലും ഒറ്റ ടീമിലും ഉണ്ടാവില്ല. ജയിക്കുന്ന ടീം എന്തായാലും ഇപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്താൽ ജയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 ഓവർ 2 ഓവറൊക്കെ ബാക്കിയുള്ളപ്പോഴേ ജയിക്കാൻ സാധ്യതയുള്ളൂ. എൻ്റെ ഒരു വിശ്വാസം വെച്ച് ഇന്ന് RCB ജയിക്കും. അതാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ. സ്പോർട്സ് അഡിക്റ്ററിൻ്റെ ആദ്യ പ്രഡിക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് RCBയുടെ വിജയദിനമായിരിക്കും. SRH നല്ലൊരു മത്സരം കാഴ്ചവെക്കും, പക്ഷേ അവസാനം RCB ജയിച്ച് കയറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് കാണാം ബാക്കി ഇന്ന് രാത്രി മത്സരം.